ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ PoE സ്വിച്ചുകൾ, നിങ്ങൾക്കറിയാം പവർ ഓവർ തന്നെ PoE സ്വിച്ചുകൾ നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ പവർ കൺസപ്ഷൻ, അതിൻ്റെ അതിൻ്റെ എത്രത്തോളം പവർ അതിന് നൽകാൻ കഴിയും എന്ന് നോക്കി വാങ്ങാമെന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ്, അതിപ്പോൾ ക്യാമറ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആക്സസ് പോയിൻ്റ് ആകാം. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകൾ അത് പവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസ്യൂം ചെയ്യാനുള്ള പവർ കറണ്ട് ആ PoE സ്വിച്ചിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടോ, അത് മതിയാകുമോ, അത് സഫീഷ്യൻ്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ PoE സ്വിച്ചുകൾ വാങ്ങാൻ. ഇല്ലാത്ത പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില പോർട്ടുകളിൽ നിന്നും പവർ നമുക്ക് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോർട്ടിൽ കുത്തുന്ന ഡിവൈസ് ഏതാണോ, അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസ് വർക്ക് ചെയ്യാതെ വരും. അതാണ് അവിടെ സംഭവിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു PoE സ്വിച്ചാണ്. ഈ കാണുന്നൊരു PoE സ്വിച്ചാണ്. അപ്പോൾ ഇതിന് ഒരു 4 PoE പോർട്ടുകളും 2 അപ്ലിങ്ക് പോർട്ടുകളും ഉള്ളത്. അപ്പോൾ ഈ 4 പോർട്ടിനും കൂടി നമുക്ക് കിട്ടുന്ന മാക്സിമം വോട്ട് ഇതിനകത്ത് നിന്ന് ഒരു 65 വോട്ടാണെന്ന് വിചാരിക്കുക. അത്രയും വോട്ട്സാണ് ഇവിടെ കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഡിവൈസും അതനുസരിച്ച് ഇതിന് താഴെയായിരിക്കണം വേണ്ടത്. അതായത് നമ്മൾ ഈ ഒരു 65 വോട്ട്സിന് മുകളിൽ നമ്മൾ കണക്ട് ചെയ്തപ്പോൾ ക്യാമറ ആവാം, നമ്മുടെ ഈ 65 വാട്ട്സിന് മുകളിലാണെങ്കിൽ ഇതിൽ ഈ ഒരു സ്വിച്ചിൽ എല്ലാ സ്വിച്ചുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. ഒറ്റയടിക്ക് ഓഫായി പോയില്ല. മേ ബി ഇതിനകത്ത് ഏതെങ്കിലും സ്വിച്ചുകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഏതെങ്കിലും സ്വിച്ചുകൾ വർക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ചിലർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ഒരു പോർട്ടിൽ കുത്തി കഴിയുമ്പോഴേക്കും അടുത്ത വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആക്സസ് പോയിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒന്നാണത്. അതായത് പലർക്കും അത് അറിയില്ല. അതായത് ഈ നമ്മൾ സ്വിച്ചുകൾ നമ്മൾ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 60 വാട്ട്സിൽ നമ്മൾ ഓരോരോ വാട്ട്സിലായിട്ട്, അതായത് 60 വാട്ട്സിൽ ഓരോരോ പോർട്ടിലും നമ്മൾ കണക്ഷൻ കൊടുക്കും. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു 1, 3, 4 2-ൽ നമ്മൾ കൊടുക്കുന്നില്ലെന്ന് വിചാരിക്കുക. അതായത് 1, 3, 4 ഈ ഒരു 3 എണ്ണത്തിലാണ് കൊടുക്കുന്നത്. ഈ 4 പോർട്ടിൽ 3 എണ്ണത്തിലാണ് കൊടുക്കുന്നത്. ഈ 3 എണ്ണത്തിൽ നമ്മൾ കൊടുക്കുന്ന പവർ, നമുക്കിപ്പോൾ ഒരു 20 വാട്ടാണ് ഇതിനകത്ത് കൊടുത്തതെന്ന് വിചാരിക്കാം. ഇതിനകത്തൊരു 20 വാട്ട് കൊടുത്തു, അതായത് മൂന്നാമത്തേലും ഒരു 20 വാട്ട് കൊടുത്തു, ഈ നാലാമത്തേലും ഒരു 20 വാട്ടിൻ്റെ കേബിളുകൾ നമ്മൾ കണക്ട് ചെയ്തു. ഇങ്ങനത്തെ ലാൻഡ് കേബിളുകൾ നമ്മൾ വെച്ചത് കണക്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ, അതായത് 20, 40, 60 ഈ 3 വാട്ട് കൂട്ടുമ്പോൾ തന്നെ 60 വാട്ടായി. ഓൾറെഡി 60 വാട്ടിൻ്റെ കറണ്ട് ഇതിൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 2-ൽ നമ്മൾ കുത്തിയിട്ടില്ല, ഏതൊക്കെ ഈ കറണ്ടിൽ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുക്കാതെ നമ്മൾ ഇതിനകത്തോട്ട് വീണ്ടും ഒരു 20 വോട്ട് കുത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ഈ 2-ൽ നമ്മൾ കൊടുക്കാത്ത ഈ 2-ൽ നമ്മളൊരു 20 വോട്ടിൻ്റെ യൂസേജ് വരുന്ന ഒരു PoE കേബിൾ, PoE ഉപയോഗിക്കാനായിട്ടൊരു കേബിൾ കുത്തിയെന്ന് വയ്ക്കുക, ലാൻഡ് കേബിൾ കുത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെ കുത്തുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കുത്തുന്ന, അതായത് ലാസ്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഈ പോർട്ടല്ല വർക്ക് ചെയ്യാതെ വരുന്നത്. അതായത് ഈ ലാസ്റ്റായിട്ടാണ് നമ്മൾ ഈ 2-ൽ കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഈ 2-ൽ വരുന്ന അല്ലെങ്കിൽ 2-ൽ കൊടുക്കുന്ന കണക്ഷനിൽ വരുന്ന ഡിവൈസ് അല്ല വർക്ക് ചെയ്യാതെ വരുന്നത്. ഏതായിരിക്കും? 4 വർക്ക് ചെയ്യാതെ വരുന്നത്. കാരണം ഈ ഒരു ഡിവൈസുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൽ നോർമലി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പോർട്ടിനും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസപ്ഷൻ ഉണ്ടാവും, ഒരു പവർ എത്ര കൺസപ്ഷൻ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കണക്കുണ്ടാവും. നോർമലി ഒരു 30 വാട്ടൊക്കെയാണെന്ന് വിചാരിക്കുക ഒരെണ്ണത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഏതിലാണോ, അതായത് ഈ ഹയർ പോർട്ട്സ്, അതായത് 1, 2, 3, 4 ഏറ്റവും വലിയ പോർട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഹയർ പോർട്ടിൽ വരുന്ന കുത്തിയേക്കുന്ന ഡിവൈസ് ഏതാണോ, കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് ഏതാണോ ആ ഡിവൈസ് ആയിരിക്കും കട്ടാവുന്നത്. കാരണം ഇതിലെ പവറായിരിക്കും കട്ട് ഓഫ് ചെയ്യുന്നത്. ഈ 3-ലും പവർ ഉണ്ടാവും, പക്ഷേ ഇതിലെ പവർ സിസ്റ്റം ഓൾറെഡി, അതായത് സ്വിച്ച് ഓൾറെഡി കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ പുതുതായി കണക്ട് ചെയ്ത ഈ 2-ൽ കണക്ട് ചെയ്ത ഈ ഡിവൈസ് വർക്ക് ചെയ്യും, 1-ലെയും വർക്ക് ചെയ്യും, 3-ലെയും വർക്ക് ചെയ്യും. പക്ഷേ ഈ 4-ൽ വരുമ്പോൾ അത് 4 ഡിവൈസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിവൈസ് അവിടെ വർക്ക് ചെയ്യില്ല. അതായത് ഹയർ നമ്പറുള്ള പോർട്ട്സ് ആയിരിക്കും ആദ്യം ഡിസ്കണക്ട് ആവുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഡിസ്കണക്ട് ആവുന്നത് ഹയർ നമ്പറുള്ള പോർട്ട്സ് ആയിരിക്കും ഡിസ്കണക്ട് ആവുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു വോൾട്ടേജ് എത്ര വാട്ട്സ് ആണോ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, സ്വിച്ച് സപ്പോർട്ട് ചെയ്യുന്നതും, പിന്നെ നമുക്ക് എത്ര വാട്ട്സ് ആണോ ഉപയോഗിക്കേണ്ടത് അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ സ്വിച്ച് വാങ്ങിക്കാതെ എത്ര വാട്ട്സ് ആണെന്നുള്ളത് ഇതുപോലെ തന്നെ ഇതിലുണ്ടാവും. അപ്പോൾ എത്രയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം
വാങ്ങിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് പല ക്യാമറകളാണെങ്കിൽ ക്യാമറകൾ അപ്പാവാതെ വരും, ആക്സസ് പോയിൻ്റ് അപ്പാവാതെ വരും. അപ്പോൾ ആ ഒരു കൺസപ്ഷൻ്റെ കാര്യത്തിലും ആ ഒരു പ്രശ്നം ഉണ്ടാകും. കാരണം പല വാട്സിലുള്ള സ്വിച്ചുകൾ നമുക്കിന്ന് ലഭ്യമാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞതായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷേ ആ പ്രൈസ് കുറഞ്ഞത് നമ്മൾ എടുക്കുമ്പോൾ സെയിം ടൈം തന്നെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന അത്ര വാട്സിൻ്റെ ഉപയോഗമേ നമുക്കവിടെ വരുന്നുള്ളൂ എന്നുകൂടി കൺഫേം ചെയ്തിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനിയും ഇത്തരം വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.